ഹലോ, ഇത് നമുക്ക് എല്ലാവർക്കും ഒരേപോലെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സിമ്പിളായിട്ടുള്ളൊരു മുട്ട തിളപ്പിച്ചതാണ് കേട്ടോ. ഇതിനാവശ്യമായിട്ടുള്ളത് ഒരു വലിയ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി. ആദ്യം തന്നെ ചട്ടി ചൂടാക്കുക. ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക. അതിലേക്ക് നമ്മൾ നീളത്തിലരിഞ്ഞ് നൈസായിട്ട് അരിഞ്ഞ് വെച്ചാണ് സവോള ഇടുക കേട്ടോ. സവോള ഇട്ട് ഒരു 2 മിനിറ്റ് വഴറ്റുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ച പച്ചമുളക് ഉണ്ടല്ലോ, പച്ചമുളക് കൊണ്ടിട്ടിട്ട് വഴറ്റുക കേട്ടോ. ഇവിടെ പച്ചമുളക് ഇട്ടിട്ടുണ്ട്, അതും വഴറ്റുക. അതിനുശേഷം ഇഞ്ചിയും വെളുത്തുള്ളിയും അരിഞ്ഞത് ഇട്ട് വഴറ്റുക കേട്ടോ. അത് ചതച്ചോ പേസ്റ്റാക്കിയോ എങ്ങനെ ഉള്ളിൽ ഇടുക കേട്ടോ. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. അത് നന്നായിട്ട് വഴറ്റുക കേട്ടോ. മഞ്ഞൾപ്പൊടി ഇട്ട് ഒരു 2 മിനിറ്റ് വേവിക്കുമ്പോഴേ കറിക്കൊരു ടേസ്റ്റ് കൂടുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും കൂടെ കൂട്ടിയിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിനുശേഷം ഇതിലേക്കൊരു 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയാണ് കേട്ടോ. മല്ലിപ്പൊടി നിങ്ങൾക്ക് കുറയ്ക്കുകയും ചെയ്യാം കൂട്ടുകയും ചെയ്യാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ കറക്റ്റാണ് എടുത്തേക്കണത്. അതിനുശേഷം 1/2 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ. ഇതിൻ്റെ മെയിൻ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മുടെ ചിക്കൻ മസാലയാണ്. ഒരു 1.5 ടേബിൾ സ്പൂൺ ചിക്കൻ മസാലയും ഇട്ട് നന്നായിട്ട് മൊരിയിച്ചെടുക്കുക. നന്നായിട്ട് മൊരിഞ്ഞ് വരുമ്പോൾ മാത്രം തക്കാളി ഇടുക കേട്ടോ. നമ്മൾ നേരത്തെ അരിഞ്ഞ് വെച്ചാൽ തക്കാളി ഇട്ടു, നന്നായിട്ട് വഴറ്റിയെടുത്തു. പിന്നെ ഇനി ഇത് വഴണ്ട് വരുമ്പോഴേക്കും മസാല മൊരിഞ്ഞെന്ന് തോന്നൂലേ, അപ്പോഴേക്കും 1 കപ്പ് വെള്ളം ഒഴിക്കുക. അങ്ങനെ ആദ്യം 1/2 കപ്പ് എടുത്തിട്ടുണ്ടായുള്ളൂ, അതാണ് പിന്നെയും വെള്ളം ഒഴിക്കുന്നത് കേട്ടോ. ഇതിലേക്ക് കറിവേപ്പില ഇട്ടിട്ടുണ്ട്. നന്നായിട്ട് തിളച്ച് വരുമ്പോഴേക്കും നമ്മളിവിടെ 3 മുട്ടയുണ്ട് എടുത്തേക്കണത്. 3 മുട്ട പൊട്ടിച്ചിട്ട് ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് ഇട്ടേക്കണത്. ഇതിലേക്ക് 1 ടീസ്പൂൺ വിനാഗിരിയും കൂടി ഒഴിക്കുക. 1/2 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ കൂട്ടത്തിൽ സൈഡ് ഡിഷായിട്ട് ഞാൻ നമ്മുടെ പരിപ്പും ചക്കക്കുരും കറി വെക്കുന്നുണ്ട് കേട്ടോ. അത് ഈ സൈഡിൽ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അതും കറി വെക്കുന്നുണ്ട്, മുട്ടയും കറിയായിട്ടാണ്. ഇത് ഭയങ്കര സിമ്പിളാണ്. ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, അപ്പത്തിൻ്റെയും ഇടിയപ്പത്തിൻ്റെയും എല്ലാത്തിൻ്റെയും കൂടെ പോണ ഒരു അടിപൊളി ഡിഷാണ്. ഇതെന്തായാലും ഒരു മസ്റ്റ് ട്രൈ ആണ്. ഭയങ്കര സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് കേട്ടോ.